ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് പോലും ഏകദേശം 10 മടങ്ങ്. ഇപ്പോൾ ഏകദേശം ഒരു 5 സെൻറ്റ് ഭൂമിയിലെ ഒരു 20 ചന്ദന തൈകളാണ് അവിടെ ഉള്ളത്. ആ 20 ചന്ദന തൈകൾക്കകത്ത് വന്ന് നമുക്ക് അത് വളർന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വില വെച്ചിട്ട് 1.5 കോടി മേളിൽ കിട്ടുമെന്നുള്ളത് സർക്കാരിൻ്റെ കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി സാധിക്കാം. ആ വളർച്ച നമ്മൾ തൊട്ടറിയുന്നുണ്ട്. അപ്പോൾ ഓരോ ഫോട്ടോസും എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഓരോ തവണ ചെല്ലുമ്പോഴും അമ്മ തൈയുടെ ഒപ്പം നിന്നെടുത്തിട്ട് ഫോട്ടോസും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ പോയി എല്ലാം കണ്ടിട്ട് അതിൻ്റെ എന്താ പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മീറ്റിംഗ് കൂടുമ്പോൾ നമ്മൾ അത് സംസാരിക്കും. അപ്പോൾ അതിന് വേണ്ടുന്നത് ഒരു കമ്പനി ചെയ്യും. അല്ലാതെ എനിക്ക് എൻ്റെ പ്രോപ്പർട്ടിയും എൻ്റെ തൈകൾ വളരുന്നതും അതിനകത്ത് എന്തൊക്കെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കൃഷി ചെയ്യുന്ന എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്നൊക്കെ എൻ്റെ വീട്ടിലിരുന്നുണ്ട് എൻ്റെ മൊബൈൽ എനിക്ക് കാണാൻ സാധിക്കും. കമ്പനിക്ക് ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് എന്തെങ്കിലും കൊടുക്കാനുണ്ട് ഈ പരിപാലനവുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഒരു പേയ്മെൻറ്റും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. പിന്നെ നമുക്കിത് ലാസ്റ്റ് സമയത്ത്, അതായത് ഇത് മുറിച്ച് ഗവൺമെൻറ്റിന് ബയ്യർ ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഒന്നും അറിയണ്ട, നമ്മളിത് മുറിക്കുന്ന സമയത്ത് നമ്മളവിടെ എത്തിക്കും. അപ്പോൾ ഞങ്ങളെയും കൂടി നിർത്തിക്കൊണ്ടാണ് ഇത് മുറിച്ച് ഗവൺമെൻറ് എടുക്കുന്നത്. ആ സമയത്ത് നമ്മളുടെ അക്കൗണ്ടിൽ ക്യാഷ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ 5% കമ്പനി കൊടുക്കണം. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വളരെ ക്ലിയറായിട്ടാണ് നമുക്ക് കാര്യം പറഞ്ഞു തരുന്നത്. ഇത്ര രൂപയ്ക്ക് എടുക്കുന്ന സാധനമാണ്, ഇത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എടുത്തത്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടി വിദേശത്തായിട്ടും അവിടെ ഇവിടെയൊക്കെ വിടുന്നു. അപ്പോൾ സാറിൻ്റെ 2 പ്രാപ്തിയുള്ള 2 ആമക്കൾ സാർ ഈ കമ്പനിയിൽ ഉൾപ്പെടുത്തിയപ്പം സാർ അതൊരു ദോഷം വരാനായിട്ട് മക്കൾക്ക് വേണ്ടി ചെയ്യുമോ? ചെയ്യല്ല. ഈ 2 കാര്യമാണ് എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചത്. നമസ്കാരം. മഴ കനത്തു പെയ്യുകയാണ്. കേരളം വളരെ ഭീകരമായൊരവസ്ഥയിലാണ്. എവിടെ നോക്കിയാലും പ്രളയതുല്യമായ അവസ്ഥ. പല കൃഷികളും നശിച്ചു പോയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പല ഭാഗത്തു നിന്നും വരുന്നത്. എന്നാൽ അതിനെല്ലാം കവച്ചുകൊണ്ട്, അതിനെല്ലാം മറികടന്നുകൊണ്ട് കോടികളുടെ ലാഭമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് ചന്ദന കൃഷി എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു. ഏത് മഴയിലും ഏത് കൊടുങ്കാറ്റിലും ഏത് കനത്ത വെയിലിലും വേനൽക്കാലത്തും പിടിച്ചു നിൽക്കുന്ന ഒരു കൃഷിയാണ് ചന്ദന കൃഷി. അത് കൃത്യമായി പരിചരിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി 15 വർഷം നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ പ്രത്യേക കാലാവസ്ഥയുള്ള പ്രത്യേക ഭൂപ്രകൃതിയുള്ള സ്ഥലത്ത് നട്ടാൽ അതിൽ 15 വർഷം കൊണ്ട് ഒരു തൈയിൽ നിന്ന് തന്നെ 15 ലക്ഷം രൂപയുടെ ലാഭം കിട്ടും. അങ്ങനെ 20 തൈകൾ നട്ട് 15 വർഷം വളർത്തി അത് ആണ് ജസ്പേഡ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം പുൽപ്പള്ളിയിൽ, അതായത് 700 അടി ഉയരത്തിൽ നിൽക്കുന്ന, സമുദ്രനിരപ്പിൽ നിന്ന് 700 അടി ഉയരത്തിൽ നിൽക്കുന്ന, മഞ്ഞ് കിട്ടുന്ന, അതേപോലെ എല്ലാ തരത്തിലും കാലാവസ്ഥ ഗുണം ചെയ്യുന്ന ചന്ദന കൃഷി പദ്ധതിയുമായി ജസ്പേഡ് വന്നത്. അതിൽ 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ ആ പദ്ധതിയുമായി പങ്കുചേർന്നിരിക്കുന്നത്. അവരുടെ മുന്നിൽ വന്ന ഈ പദ്ധതിയെ ആദ്യം ക്രൈം വളരെ സംശയത്തോടു കൂടിയിട്ടാണ് കണ്ടതെങ്കിൽ പിന്നീട് ആ സ്ഥലത്ത് പോയി ഞങ്ങളെ റിപ്പോർട്ടർമാർ പഠിക്കുകയും ഇതൊരു ബൃഹത് പദ്ധതിയാണ്, ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണം, സുരക്ഷിതത്വം, അവരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് 100 ഇരട്ടി ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ള കാര്യം കണ്ടെത്തുകയും ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സ്ഥലം വാങ്ങിയിട്ടുള്ള, ഈ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള ആളുകളെ നേരിട്ട് കാണുകയും അവരുടെ അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്തു. ഇപ്പോൾ ഒരു പുതിയ പദ്ധതി കൂടി ഈ ജസ്പേഡ് കമ്പനി കൊണ്ടുവന്നിരിക്കുകയാണ്. 60 ലക്ഷം രൂപ മുടക്കുമ്പോൾ കൃത്യമായി 5 സെൻറ്റ് സ്ഥലം, അതിൽ 1 സെൻറ്റ് സ്ഥലത്ത് ഒരു റിസോർട്ട് പോലെ പണിയും. അത് വിദേശികളെ അടക്കം, ടൂറിസ്റ്റുകളെ അടക്കം ആകർഷിക്കുന്ന ഒരു പദ്ധതിയാണ്. ദിവസേന 20,000 രൂപ വാടക ഇനത്തിൽ അവർക്ക് കിട്ടും. അങ്ങനെ ഒരു മാസത്തിൽ 6 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ 10 മാസം കൊണ്ട് പണം മുടക്കിയത് തിരിച്ചു കിട്ടും. പിന്നെ എല്ലാം ലാഭമാണ്. അതേപോലെ തന്നെ ഈ ചന്ദന കൃഷിയുടെ കാര്യത്തിൽ 15 വർഷം കഴിയുമ്പോൾ മുടക്കിയ പണത്തിൻ്റെ ഒരു 20 ഇരട്ടി ലാഭം കിട്ടുന്നു. ഏകദേശം ഒരു 3 കോടിയോളം ലാഭം കിട്ടുന്നു. ആ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ സ്ഥലത്ത് വീണ്ടും കൃഷി ചെയ്യാം, ചന്ദന കൃഷി ചെയ്യാം. കാലാവസ്ഥ മാറ്റമില്ല, സ്ഥലം മാറ്റമില്ല, വീണ്ടും ഈ തൈ നടണമെന്നേ ഉള്ളൂ. അതായത് മുടക്കുന്ന 12-16 ലക്ഷം കൊണ്ട് അതിൻ്റെ 20 ഇരട്ടി ലാഭം കിട്ടുന്നു. അതോടൊപ്പം മാസം തോറും 20,000 രൂപ കിട്ടുന്ന ഈ പദ്ധതി തുടങ്ങി വെച്ച ജസ്പേഡിൻ്റെ ഉടമ നിഷാദ് അബൂക്കറിനെ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പദ്ധതിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. മാത്രമല്ല ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആളുകൾ
ഈ പദ്ധതിയിൽ ചേരാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് വരുന്നത്. ഈ സന്ദർഭത്തിൽ ഇതിനെതിരെ ചില ആളുകൾ പ്രചരണവുമായി വരികയുണ്ടായി. ഞാനും ആ പ്രചരണം പഠിക്കുകയുണ്ടായി. ഞാനും അതേപോലെ തെറ്റായ രൂപത്തിൽ അതിനെ സംശയത്തോടെ കണ്ടതാണ്. എന്നാൽ ഇതിൽ ചേർന്ന ആളുകൾ, പണം മുടക്കി ഈ പദ്ധതിയിൽ ചേർന്ന ആളുകൾ പൂർണ്ണ സംതൃപ്തരാണ് എന്നുള്ളതാണ് സത്യം. അവരുടെ അഭിപ്രായങ്ങൾ ഇനി വാങ്ങാൻ വരുന്ന ആളുകൾക്ക് മുതൽക്കൂട്ടായിരിക്കും. മാത്രമല്ല, ഇവർ മുഖാന്തരം ചേർന്ന് കഴിഞ്ഞാൽ, ഈ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരുടെ പൂർണ്ണമായ സപ്പോർട്ടും കിട്ടും. നമുക്ക് അവരുടെ അഭിപ്രായം ഒന്ന് കേൾക്കാം. നമസ്കാരം. നമസ്കാരം. മാമിന്റെ പേരെന്താ? എൻ്റെ പേര് നൈസി ലോറൻസ്. നൈസ്. സ്ഥലം അരൂരാണ്. അരൂരാണ്, ആലപ്പുഴ ജില്ലയിൽ. ഇപ്പം നമുക്കറിയാം വയനാട്ടിലാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി ഉള്ളത്, നമ്മുടെ സാൻഡൽവുഡിൻ്റെ. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? അതിനെക്കുറിച്ച് ഇതുവരെയുള്ള അനുഭവങ്ങൾ എന്താണ്? ഞാൻ ഒരു പഞ്ചായത്ത് ജനപ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു ഓൾറെഡി. പിന്നെ ഒരു LIC ഏജൻറ്റും കൂടിയായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾക്ക് കഴിയാവുന്ന രീതിയിൽ ഒത്തിരിയേറെ നമ്മൾ എഫർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലൊരു വരുമാനം നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകൾ കടന്നു വരാൻ മടിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമുക്കിവിടെ നല്ലൊരു സാധ്യത കണ്ടതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോജക്റ്റായിട്ട് എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമെന്നുള്ള നല്ലൊരു കോൺഫിഡൻറ്റ് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലോട്ട് കാണാനായിട്ട് പോയായിരുന്നു, വയനാട് പോയിരുന്നു. അങ്ങനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, ആ ചെന്ന് കണ്ട മാത്രം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എത്രയും നല്ലൊരു പോസിറ്റീവ്, നല്ലൊരു വൈബുള്ളൊരു സ്ഥലം. പിന്നെ അതുപോലെ നല്ല കാലാവസ്ഥ അവിടെ ചെന്നാൽ നമുക്ക് പോരാൻ തോന്നില്ല. അപ്പോൾ അവിടെ ഇതുപോലൊരു പ്രൊജക്റ്റ്, അതുപോലെ നമുക്കറിയാവുന്ന ഒരു ആളുടെ ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീട് അതെല്ലാം അവിടെ എല്ലാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കത് വളരെ നല്ലൊരു പ്രൊജക്റ്റായിട്ട് തോന്നി. പിന്നെ ആരും ഏറ്റെടുക്കാത്തൊരു പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളത് നമുക്ക് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് എനിക്ക് കഴിഞ്ഞത് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ആലോചിച്ചില്ല. പ്രോപ്പർട്ടി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തത്. അതിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ ഞാനൊരു 5 സെൻറ്റ് പ്ലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാടായോ? ഇപ്പം ഞാൻ ഏകദേശം 1 വർഷത്തിൻ്റെ അടുത്താകണം. ഞാനിപ്പോൾ ഒരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. ഓരോ ഘട്ടം അതിൻ്റെ വളർച്ചയുടെ, അന്ന് തൈ നടാൻ നേരത്ത് ഞാൻ പോയിരുന്നു. പിന്നെ അതിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ കസ്റ്റമർ വരുമ്പോൾ അവരാണോ ചെയ്യുന്നത്? നമ്മൾ ഇതിൻ്റെ സംരക്ഷണവും മറ്റുള്ള കാര്യങ്ങളും അതെല്ലാം കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ തുടക്കം തുടങ്ങി കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഓരോ ഘട്ടവും വളർച്ച നമ്മൾ ഒത്തിരി കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ, നമ്മുടെ പ്ലോട്ടിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. പിന്നെ അതുമല്ല, നമ്മൾക്ക് അതിൻ്റെ കാലാവസ്ഥയും ആ വളർച്ച നമ്മൾ തൊട്ടറിയുന്നുണ്ട്. അപ്പോൾ ഓരോ ഫോട്ടോസും എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഓരോ തവണ ചെല്ലുമ്പോഴും ആ തൈയുടെ ഒപ്പം നിന്നെടുത്തിട്ട് ഫോട്ടോസും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്കത് മറ്റ് കസ്റ്റമറെ കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ വളർച്ച നമ്മൾ കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്ലോട്ട് അവരെ കൊണ്ടുപോയി ഓരോ തവണ നമ്മൾ കസ്റ്റമറെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് വണ്ടി സൗകര്യമുണ്ട്, നമ്മുടെ ഓഫീസിൽ നിന്ന് എപ്പോഴും വണ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ അവരെ കാണിക്കേണ്ടത് ആ സമയത്ത് നമ്മൾ കസ്റ്റമറെ കൊണ്ടുപോയി കാണിച്ച് ബോധ്യപ്പെട്ടിട്ടാണ് അവർ ആ പ്ലോട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വിശ്വാസമുണ്ട്, നല്ലൊരു കോൺഫിഡൻറ്റും ഉണ്ട്. ഒരു ആവലാതി ഉണ്ടായിരുന്നു. പല പ്രമുഖ മാധ്യമങ്ങളും ഇതിനെതിരെ ഒരുപാട് റിപ്പോർട്ട്. ഇല്ല, നമുക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നമ്മളിതെല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോജക്റ്റ് എടുത്തത്. പിന്നെ ആൾക്കാർ അറിവില്ലായ്മ കൊണ്ടാണ് മിക്കവരും ഈ ഒരു പ്രോജക്റ്റിനെ എന്തെങ്കിലും ഇത് പറയുന്നതുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ വെച്ചിട്ടാണ് എല്ലാവരും ഇപ്പോഴും നിയമങ്ങളിലൊക്കെ എല്ലാവർക്കും ഇപ്പോഴും ചോദിക്കുമ്പോഴും അവരെല്ലാവരും ചോദിക്കുന്നത് ഇപ്പോൾ ഇതെങ്ങനെ നടക്കില്ലല്ലോ, അത് കൾട്ടിവേഷൻ്റെ സമയത്തൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിക്കണം. പക്ഷേ അങ്ങനെ ഒരു ഇതില്ല. ഇപ്പോൾ എല്ലാം നമ്മൾ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അറിവിലൂടെ നമുക്കത് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ വിൽപ്പനയിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഇല്ല, വിൽപ്പന നമുക്കില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ 15 വർഷം കൊണ്ട് തന്നെ അത് നമുക്കിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടായിരുന്നു. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പോലും നല്ല രീതിയിൽ അത് വളരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വയനാട് നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ചതിൽ നേരത്തെ 15 വർഷമൊന്നും വേണ്ടി വരില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു 12 വർഷത്തിനുള്ളിൽ തന്നെ നമുക്കത് നല്ല രീതിയിൽ അതിൻ്റെ കൾട്ടിവേഷനും നല്ല കാതലുള്ള ഫസ്റ്റ് ക്വാളിറ്റി ചന്ദനം തന്നെയാണ് നമുക്ക് ലഭിക്കുമെന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ട്. നമ്മുടെ പേരെന്താ? എൻ്റെ പേര് കുഞ്ഞുമോൾ ആൻ്റണി. സ്ഥലം? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ടല്ലേ? ഇതിനകത്തുണ്ട്. നിങ്ങളെല്ലാം ഒന്നിച്ച് വന്നതാണോ അല്ലെങ്കിൽ അറിയുന്നവരാണോ? അല്ല, ഓരോരുത്തരും ഇതിനകത്ത് നേരത്തെ വന്ന് കണ്ട് കേൾക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പരിചയപ്പെട്ടാണ്. ഇതിനകത്ത് എൻ്റെ ഒരു ബ്രദറുണ്ട് ഇതിലെ. അപ്പം ബ്രദർ വഴിയാണ് ഞാൻ ഇതിനകത്ത് ഈ മീറ്റിങ്ങിലൊക്കെ കൂടാനായിട്ടും പ്ലോട്ട് കാണാനായിട്ടും ഒക്കെ എനിക്ക് സാധിച്ചത്. എങ്ങനെയാണ് അപ്പോൾ അമ്മച്ചി ചങ്ങനാശ്ശേരിയുള്ള അമ്മച്ചി ജസ്പേഡ് കമ്പനിയെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഒരു ദിവസം എൻ്റെ അടുക്ക പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ലേ, നമുക്ക് എറണാകുളം വരെ ഒന്ന് പോകാമെന്ന് ബ്രദർ വിളിച്ചു. അപ്പം ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വന്ന് ഈ മീറ്റിങ്ങൊക്കെ കൂടി. അപ്പം അന്നത്തെ ആ മീറ്റിങ്ങിൽ സാറിൻ്റെ ആ സംഭാഷണങ്ങളൊക്കെ ഒരുപാട് അങ്ങ് ആകർഷിച്ചു. അതിനകത്ത് സാറിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. പിന്നെ
എന്നെ അതാണ് ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലേക്ക് അർപ്പിച്ചത്. മറ്റുള്ളവരുടെ വിയർപ്പിൻ്റെ വില എൻ്റെയോ എൻ്റെ മക്കളുടെയോ മാതാപിതാക്കളുടെയോ വയറ്റിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മളെന്ത് ചെയ്താലും അതിൻ്റെ എല്ലാ അംശങ്ങളും നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. അപ്പം സാറിൻ്റെ ആ ഒരു സംഭാഷണം എന്നെ ഇതിലേക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഈ കമ്പനി വിശ്വാസമായിട്ടുള്ളൊരു കമ്പനിയാണ്. ഇതിനകത്ത് നമുക്ക് ഒരിക്കലും ദോഷം വരികയില്ല, നേട്ടമേ കിട്ടുകയുള്ളൂ എന്ന് ആ കരുതലിലൂടെ ഞങ്ങൾ അന്നിവിടെ ജോയിൻ ചെയ്തു. പിന്നീടാണെന്ന് പറഞ്ഞാലും സാറിൻ്റെ 2 ആൺമക്കൾ, നമ്മളൊക്കെ നമ്മുടെ മക്കളെ കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടി വിദേശത്തായിട്ടും അവിടെ ഇവിടെയൊക്കെ വിടുന്നു. അപ്പോൾ സാറിൻ്റെ 2 പ്രാപ്തിയുള്ള 2 ആൺമക്കൾ സാർ ഈ കമ്പനിയിൽ ഉൾപ്പെടുത്തിയപ്പം സാർ അതൊരു ദോഷം വരാനായിട്ട് മക്കൾക്ക് വേണ്ടി ചെയ്യുമോ? ചെയ്യല്ല. ഈ 2 കാര്യമാണ് എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചത്. അതായത് വ്യക്തിപരമായിട്ടൊരു വിശ്വാസ്യത നേടാൻ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ചെയർമാനാണെന്ന് ഒരിക്കലും ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഞങ്ങളെ ഏത് കാര്യങ്ങളിലും വിശ്വാസപരമായി ഞങ്ങളെ മനസ്സിലാക്കി തരികയും പ്രവർത്തനത്തിലൂടെ നമുക്കൊരു വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ അറിയാമല്ലോ. ഇന്നത്തെ കാലത്ത് എല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണ്. പക്ഷേ ഇവർ ഫസ്റ്റിലേ പറയുന്നുണ്ട് ആട് തേക്കും മാഞ്ചിയും ആ ഒരു കാര്യം എടുത്തിട്ടും കൊണ്ടാണ് സംസാരിക്കുന്നത്. ഒന്നും മറിച്ച് വെക്കുന്നില്ല. അല്ല, തുറന്നു പറയാം. ഒന്നും വഞ്ചിക്കത്തില്ല, വഞ്ചന അല്ല എന്ന് നമുക്ക് അവിടെ കൊണ്ട് തന്നെയൊക്കെ മനസ്സിലാക്കാം. പിന്നെ പറയുന്ന അതുപോലെ തന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് അകപ്പെട്ടിരിക്കുന്ന ഈ ആളുകളോടൊക്കെയും സാറ് പറയും, ഒരിക്കലും നിങ്ങൾ ഇതിനകത്ത് വെള്ളം ചേർക്കല്ലേ, നിങ്ങളില്ലാത്ത ഒരു കാര്യവും ആരോടും പറഞ്ഞ് ഇതിനകത്തോട്ട് കൊണ്ടുവരരുത്, ഉള്ളത് മാത്രമേ പറയാവുള്ളൂ. കള്ളം പറഞ്ഞ് നമുക്കൊരു കാര്യം ഇവിടെ നേടണ്ട എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വിശ്വാസമല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ MD സാറും ചെയർമാൻ സാറും ഒക്കെ ഞങ്ങളെ പറഞ്ഞു നമുക്കതിനകത്തോട്ട് ലയിച്ച് ചേരാൻ സാധിച്ചത്. പിന്നെ ഞാനൊരു പ്ലോട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ മകനൊരു പ്ലോട്ടിന് അഡ്വാൻസ് കൊടുത്തും കൊണ്ട് അവൻ EMI വഴി അടയ്ക്കുന്നുണ്ട്. പേരെന്തായിരുന്നു? എൻ്റെ പേര് രാധാ ബാലകൃഷ്ണൻ. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയാണ്. ഇപ്പോൾ എൻ്റെ വീട് എൻ്റെ കുടുംബം പണ്ട് മുതലേ ഒരു കർഷക കുടുംബമാണ്. ആ കുടുംബത്തിൽ കൃഷിയായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വശമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൃഷിയിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് അത് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തു കുറേ വന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് ഈ ചിലവാക്കുന്ന പൈസയല്ലാതെ എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് അവർ ഇതുപോലെ പറഞ്ഞു ചന്ദനം കൃഷി ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എനിക്ക് ആദ്യം പേടിയായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനം ഒരു എന്താ പറയുന്നത് നമുക്ക് വിലക്കപ്പെട്ട ഒരു വൃക്ഷമാണെന്നും അങ്ങനെയൊക്കെയുള്ള എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് പേരോടെ അന്വേഷിച്ച് അത് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അങ്ങനെയൊക്കെയുള്ളത് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് വന്ന് ഞാൻ ആദ്യം പോയി പ്ലോട്ട് കണ്ട് ആദ്യം കണ്ടപ്പോൾ കൊച്ചു തൈയായിരുന്നു, തീരെ ചെറിയ തൈ. പക്ഷേ ഇപ്പം അത് 15 സെൻറ്റിമീറ്ററായി അതിൻ്റെ വണ്ണം. അപ്പോൾ അത് പെട്ടെന്ന് ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്ലോട്ട് എടുത്തിട്ട് 2 വർഷമായി. ഇത് പ്ലോട്ട് നട്ടിട്ട് 4 വർഷമേ ആയുള്ളൂ. ഇപ്പോൾ ഇവർ പിന്നെ കർഷക കൂട്ടായ്മ പറയുന്നത് ഒരു 12 വർഷം കഴിയുമ്പോൾ നമുക്കത് വെട്ടി വിൽക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ വിശ്വസിച്ച് നമ്മളും അപ്പം തന്നെ എല്ലാ കാര്യങ്ങളും പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ പോയിട്ടുണ്ടായിരുന്നു വയനാടിന്. ഈ എറണാകുളത്ത് നിന്നുള്ള പലരും പറഞ്ഞു വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പത്തനംതിട്ടയിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ടോ ജസ്പേഡ് കമ്പനി? ഉണ്ട്, ഞങ്ങൾ പോകാറുണ്ടെന്ന് പറഞ്ഞാൽ കമ്പനി ഒരുമിച്ചാണ് പോണേ. അപ്പോൾ പോയി എല്ലാം കണ്ടിട്ട് അതിൻ്റെ എന്താ പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മീറ്റിംഗ് കൂടുമ്പോൾ നമ്മൾ അത് സംസാരിക്കും. അപ്പോൾ അതിന് വേണ്ടുന്നത് ഒരു കമ്പനി ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ഞാനിത് കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പ്രയോജനമാണ്. എൻ്റെ 5 സെൻറ്റിനകത്ത് 20 മൂട് ചന്ദന മരമുണ്ട്. തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് ഞാനിപ്പോൾ മുടക്കിയ പൈസയുടെ ഒരു 10 ഇരട്ടി എനിക്ക് ആ വില അനുസരിച്ച് ചന്ദനത്തിൻ്റെ വില അനുസരിച്ച് എനിക്ക് കിട്ടുമെന്നുള്ളത് പൂർണ്ണ ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നതും വേറെ ഒരു ആളിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നതും. ഒരു നല്ല പ്രൊജക്റ്റ് എന്നുള്ള 100% എനിക്ക് പറയാൻ കഴിയും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് മാത്യു KG. സ്ഥലം? ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ലയിൽ. വയനാടാണ് ഇപ്പോൾ ജസ്പേഡ് പ്രൊവൈഡ് ചെയ്ത പ്രോപ്പർട്ടി ഉള്ളത്, 5 സെൻറ്റ് സ്ഥലം സാറിൻ്റെ പേരിലുള്ളത്. അതെങ്ങനെയാണ് സാറ് നോക്കുന്നത്, എങ്ങനെയാണ് പരിപാലിക്കുന്നത്, എങ്ങനെയാണ്? ഞാൻ ആദ്യം വയനാട്ടിൽ പോയി 1 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പ്രോപ്പർട്ടി പോയി കണ്ടിട്ട് ഞാൻ വന്നിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ട ശേഷം ഞാൻ അഡ്വാൻസ് പോലും കൊടുക്കാതെ ഞാൻ മൊത്തം കാശ് കൊടുത്ത് മേടിക്കുകയായിരുന്നു. അപ്പോൾ മേടിച്ച അന്ന് ഞാൻ പോയി
പിന്നെ ഈ തൈ നടുന്ന സമയത്താണ് ഞാനൊന്ന് പോയത് രണ്ടാമത്. പിന്നെ മൂന്നാമത് പോകേണ്ട വന്നത് വയനാട്ടിൽ ഒരു വിസിറ്റിങ്ങിന് വേണ്ടി എൻ്റെ തൈ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ പോയത്. അല്ലാതെ എനിക്ക് എൻ്റെ പ്രോപ്പർട്ടിയും എൻ്റെ തൈകൾ വളരുന്നതും അതിനകത്ത് എന്തൊക്കെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കൃഷി ചെയ്യുന്ന എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്നൊക്കെ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് എൻ്റെ മൊബൈൽ എനിക്ക് കാണാൻ സാധിക്കുന്നു. അതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്ത് തീർച്ചയായിട്ടും അത് അവർ ആദ്യം പറയുന്ന ആ ഫെസിലിറ്റീസ് ഉള്ളതാണ്. മൊബൈൽ ഫോണിൽ ആക്സസ് ഉണ്ട്, 10 ഫോണിലേക്കുണ്ടെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഫോണിൽ എനിക്ക് കാണാം, അത് ഞാൻ ആക്സസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ നോക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ എല്ലാ ദിവസവും നോക്കും. അതിനകത്തൊരു ഇല വീഴുന്ന പോലും എനിക്ക് കാണാം, അതെനിക്ക് സന്തോഷമാണ്. ഓരോ ദിവസവും അത് ഗ്രോ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. എത്ര വർഷമായി ഇതിൽ? ഞാൻ 1 വർഷം കറക്റ്റ്. 1 വർഷം. അപ്പോൾ എൻ്റെ 7.5 അടിയോളം എൻ്റെ വൃക്ഷങ്ങൾ ഈ തൈ വെച്ചിട്ട് 20 തൈകളും വളർന്നിട്ടുണ്ട്. ഒരേപോലെ പരിചരിക്കുന്നു, ഒരുപോലെ നോക്കും. എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നുണ്ട്, നനയ്ക്കുന്നുണ്ട്, വളവിടുന്നുണ്ട്, പുല്ല് പറിക്കുന്നുണ്ട്. ഈ രീതികളിൽ സാറ്റിസ്ഫൈഡ് ആണ്? എല്ലാം സാറ്റിസ്ഫൈഡ്, 100% സാറ്റിസ്ഫൈഡ്. പേരെന്തായിരുന്നു? എൻ്റെ പേര് അജിത ബഷീർ, സ്ഥലം എറണാകുളത്ത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഒരു വിശ്വാസ്യത എങ്ങനെയാണ് ഉണ്ടായത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ ജസ്റ്റ് ഇതിൽ കമ്പനിയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ അതായത് ഇപ്പോൾ ഞാനിതിൽ അത് 5 സെൻറ്റ് സ്ഥലം എടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് ഇതേപോലെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് വയനാട് പോയി സ്ഥലം കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഏത് പ്ലോട്ടാണ് വേണമെന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ വന്നത്. അപ്പം ഒരു കമ്പനിയുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരമ്പര്യം അന്വേഷിച്ചിട്ടുണ്ട്? അതിൻ്റെ പാരമ്പര്യം അതിനെക്കുറിച്ച് അന്വേഷിച്ചു വന്ന ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്ത കമ്പനിയാണ്. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഏറ്റവും പേര് കേട്ട ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ കൊടുങ്ങല്ലൂരുണ്ട്. അവരോടൊക്കെ ചോദിച്ചപ്പോൾ പറയണത് ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും സാധിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മാനേജ്മെൻറ്റിനോട് കൂടുതൽ വിശ്വാസമാണ്. അതുകൊണ്ട് ജസ്പേഡ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ പങ്കാളിയായി. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പോയി പ്ലോട്ട് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് കണ്ടപ്പോൾ അഡ്വാൻസ് കൊടുത്ത് അതിനുശേഷം ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് അത് നമ്മുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് എല്ലാം പക്കയായിട്ട് ഒരു വീട് എങ്ങനെയാണോ എടുക്കുന്നത് ആ സ്ഥലം അത് നമുക്ക് അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് തന്നത്. ഓക്കെ. നിങ്ങളുടെ ഇതിൽ എങ്ങനെയാണ് നിങ്ങളുടെ പ്രോപ്പർട്ടിയിലുള്ള സാൻഡൽവുഡ്സിന് എങ്ങനെയാണ് ഈ കമ്പനിയാണോ നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ? കമ്പനിയാണ് നോക്കുന്നത്. നമ്മൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല. കമ്പനി ഇതിനൊരു ചെറിയ കുഞ്ഞു കൊച്ചിനെ പരിപാലിക്കുന്ന പോലെ തന്നെയാണ്. അതായത് ഇത് നട്ട സമയത്ത് ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര്. എത്ര വർഷമായി ഇപ്പോൾ 2ാമത്തെ വർഷമാണ് ഇതിപ്പോൾ. 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് തവണ അവിടെ പോവേണ്ടി? ഇല്ല ഞങ്ങൾ പോയിട്ടില്ല. കമ്പനിയെ തന്നെയാണ് നോക്കുന്നത്. നമുക്ക് അതായത് CC ക്യാമറ, ചിപ്പ് ഘടിപ്പിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റി അതിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ 4 ഫ്രണ്ട്സ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പോകുമ്പോഴാണെങ്കിൽ അവരും പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. അത്രയും വിശ്വാസമുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ ചെറിയ തൈ നട്ടപ്പോൾ ഉദ്ഘാടനത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 11 അടിയോളം വളർന്ന് പന്തലിച്ച് നിൽക്കണേണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഒരു തവണയും കൂടി പോയി ഞാൻ ഫോട്ടോ എടുത്തതാണ്. മനസ്സിലായി. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വിശ്വാസം വന്നു. കാരണം പുറത്തുനിന്ന് നമ്മൾ കേട്ട് അറിഞ്ഞേക്കണത് ഒരു ചന്ദനമരം 30 വർഷം കൊണ്ടൊക്കെ വളരുമെന്നാണ്. പക്ഷേ അതേ സംബന്ധിച്ച് ഇപ്പോൾ നോക്കണമെങ്കിൽ 11 അടി വളർന്നപ്പോൾ അവരുടെ ആ ഒരു സംരക്ഷണമല്ലേ ഏറ്റവും വലുത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വളരെ വിശ്വാസമാണ്. കമ്പനിക്ക് ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് എന്തെങ്കിലും കൊടുക്കാനുണ്ട് ഈ പരിപാലനവുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഒരു പേയ്മെൻറ്റും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. പിന്നെ നമുക്കിത് ലാസ്റ്റ് സമയത്ത്, അതായത് ഇത് മുറിച്ച് ബയ്യർ ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഒന്നും അറിയണ്ട, നമ്മളിത് മുറിക്കുന്ന സമയത്ത് നമ്മളവിടെ എത്തിക്കും. അപ്പോൾ ഞങ്ങളെയും കൂടി നിർത്തിക്കൊണ്ടാണ് ഇത് മുറിച്ച് ഗവൺമെൻറ് എടുക്കുന്നത്. ആ സമയത്ത് നമ്മളുടെ അക്കൗണ്ടിൽ ക്യാഷ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ 5% കമ്പനിക്ക് കൊടുക്കണം. അത്രയേ ഉള്ളൂ. പേര്? എൻ്റെ പേര് ഷൈല. സ്ഥലം? എറണാകുളം. എത്ര പ്ലോട്ടാണ് കമ്പനിയുടെ ജസ്പേഡിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്? എൻ്റെ സ്വന്തം പേരിൽ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ 2 ബ്രദർമാരുണ്ട്, അവർ 2 പേരും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ 15 സെൻറ്റ് സ്ഥലം ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാം കമ്പനി നോക്കി തരും. ആണോ? അതിൻ്റെ പുറത്ത് വല്ല എഗ്രിമെൻറ്റോ മറ്റു കാര്യങ്ങളോ? പിന്നെ എഗ്രിമെൻ്റ് ഉണ്ട് ഞങ്ങൾക്ക്. ആധാരം തന്നെ ഞങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ തന്നെ കരാർ ചെയ്ത് ആദ്യം തരുന്നത്. ഒരു വീട് എങ്ങനെയാണ് ഞങ്ങൾ സ്വന്തമായിട്ട് വാങ്ങുന്നത് അതുപോലെ തന്നെ ഇവിടെ കമ്പനി നമുക്ക് ചെയ്തു തരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വീടിന് ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ
എഗ്രിമെൻ്റ് ചെയ്യും, അതിനുശേഷം രജിസ്റ്റർ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ 2 ലക്ഷം രൂപ കൊടുത്ത് ആദ്യം എഗ്രിമെൻ്റ് ചെയ്തു. വയനാട്ടിൽ പോയി പ്ലോട്ട് കണ്ടു. എല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ബാലൻസ് പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ആധാരം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അതായത് നമ്മുടെ പേരിൽ തന്നെ ഉള്ള എല്ലാ ആധാരം പോക്കുവരവ് എല്ലാം ചെയ്തിട്ട് കറക്റ്റ് ഞങ്ങൾ കൊണ്ടുപോയി ഒരു വക്കീലിൻ്റെ അടുത്ത് കാണിച്ചാൽ ഫുൾ ക്ലിയർ ആയിട്ടുള്ളൊരു ആധാരം. അതാണ് ആദ്യം ഫസ്റ്റ് ഒരാൾ ചെയ്തപ്പോൾ ഞങ്ങൾക്കത് കറക്റ്റാണ്. ഞങ്ങളും രണ്ടാമറി അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ എടുത്ത്. ഇതിൻ്റെ പുറത്തുള്ള എഗ്രിമെൻറ്റിൽ എന്തൊക്കെ? ഇതിൻ്റെ പുറത്തുള്ള എഗ്രിമെൻറ്റിൽ നമുക്ക് കമ്പനി 15 വർഷം നമുക്കിതിൻ്റെ എല്ലാം നോക്കി നടത്തിപ്പും ചെയ്ത് തന്ന് നമുക്ക് ഈ പറഞ്ഞ ചന്ദനം വളർത്തി വലുതാക്കി ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത് പൈസ വാങ്ങിച്ച് തരുന്നത് വരെ ഞങ്ങളെ കൂടി കംപ്ലീറ്റ് സപ്പോർട്ടിനും കമ്പനി കൂടെ ഉണ്ടാവും. അത് ഭയങ്കര ട്രസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ട്? വിൽപ്പനയായിട്ട് പറയുന്നുണ്ട്. ഇത് വിൽപ്പന നടത്തി കഴിയുമ്പോൾ നമുക്ക് 5% ഷെയർ കമ്പനിക്ക് കൊടുക്കണം. അപ്പം ആ 15 വർഷം വരെ നോക്കി നടത്തി തന്നാലാണ് ഞങ്ങളത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പം കമ്പനിക്ക് ഇത് കൊണ്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 28,000 പ്ലോട്ടാണ് കമ്പനി ലീഗലായിട്ട് ചെയ്യുന്നത്. അതിൽ 2 ഏക്കർ ഭൂമിയിൽ 5 പ്ലോട്ടായിട്ടാണ് ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അങ്ങനത്തെ ആ 2 ഏക്കർ ഭൂമി വെച്ചിട്ട് 700 പ്രൊജക്റ്റിൽ 22,000 പ്ലോട്ടാണ് കമ്പനി ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്ക് ഈ 2 ഏക്കർ ഭൂമിയിൽ നിന്ന് 40 പ്ലോട്ട് വെച്ചിട്ട് 22,000 പ്ലോട്ട് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയപ്പം ഒരു കമ്പനീൻ്റെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഏതൊരു കമ്പനിക്കാണെങ്കിൽ ലാഭം വേണം, വാങ്ങുന്ന എനിക്ക് ലാഭം വേണം. ഞാനിത് വാങ്ങുക മാത്രമല്ല ചെയ്തേക്കണം, പിന്നെ വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. 10ഓളം പ്ലോട്ട് ഞാൻ തന്നെ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു എമൗണ്ട് അതും കിട്ടുന്നുണ്ട്. അതിലൊരു ലാഭം, പ്ലോട്ട് എടുത്തതിലൊരു ലാഭം, കമ്പനിക്കും ലാഭം. 3 രീതിയിലും തുല്യമായി പോകുന്നു. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് ജോഷി ദേവസ്യ. സ്ഥലം? കോട്ടയം. കോട്ടയത്ത് നിന്ന് വയനാട് പുൽപ്പള്ളിയിലാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി വാങ്ങാനുണ്ടായ പ്രചോദനം എന്താണ്? എൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ എനിക്ക് 3 ആൺകുട്ടികളാണ്. അപ്പം എപ്പോഴും ഞാൻ നല്ല ഏതെങ്കിലും പ്രോജക്റ്റ് ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി കേൾക്കാനിടയായത്. അതും ഭൂമിയാണ്. ഭൂമിയിലാകുമ്പോഴത്തേക്ക് എനിക്ക് പേടിക്കൊന്നും വേണ്ട. സ്വാഭാവികമായിട്ട് എൻ്റെ പിന്നെ വയനാടാണെന്നുള്ളൂ. പക്ഷേ ഞാൻ ഈ പ്രോജക്റ്റിനെ പറ്റി കേട്ടു, കമ്പനിയെ പറ്റി ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്കിയുള്ള എല്ലാം കമ്പനിയാണ് ചെയ്തു തരുന്നത്. അപ്പം ഞാൻ സാറ്റിസ്ഫൈഡായി. അപ്പോൾ അതാണ് ഞാൻ അവിടെ തന്നെ അത് നോക്കാൻ കാര്യം. അതെ, എങ്ങനെയാണ് ആ ഒരു കമ്പനിയിലേക്ക് എത്തിയത്? എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നല്ലൊരു പ്രോജക്റ്റ് നോക്കി നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് മുഖാന്തരമാണ് ഈ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റിനെ പറ്റി എനിക്ക് കേൾക്കാനിടയായി. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു. അതിനുശേഷം ചന്ദനത്തെപ്പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പോൾ ചന്ദനം കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ കയറി ചന്ദനത്തിൻ്റെ സാധ്യതകളെ പറ്റി ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് മനസ്സിലായി. അതിനല്ല എൻ്റെ വീടിനടുത്ത് കുറച്ച് പേര് ഇതുമായിട്ട് സംസാരിച്ചപ്പം അവർ കുറേ പേര് ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് അറിവ് കിട്ടി, ഞങ്ങളുടെ അടുത്ത് തന്നെ സ്ഥലത്ത്. പക്ഷേ അവർക്കവിടെ ഇത്രയും കിട്ടുമല്ലോ അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, അവർക്ക് കാതലുണ്ടാവുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഈ വയനാട് മേഖലയൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്താകുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്നുണ്ട്, ഉയർന്ന സ്ഥലത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ കാതൽ ഫോം ചെയ്യുന്നത് എന്ന് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും വയനാട്. പിന്നെ ഒന്ന് എൻ്റെ കുറച്ച് റിലേറ്റീവ് വയനാടുണ്ട്. വയനാട് ഈ നടവയൽ, മാനന്തവാടി, ഇവിടെയൊക്കെ എൻ്റെ കുറച്ച് റിലേറ്റീവ് ഓൾറെഡി ഉണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചു ഇതിനെപ്പറ്റി, ഇങ്ങനെയുള്ള അവിടുത്തെ മണ്ണ് അവിടെ നല്ല പ്രദേശമാണോ, അവിടെ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ അവിടെ വയനാട് വലിയൊരു ദുരന്തമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെന്ത് ചെയ്തു, ഞാൻ അവിടെ പോയി, വയനാട്ടിൽ പോയി. ഇവിടുന്ന് നമുക്ക് എറണാകുളത്ത് വന്ന് കമ്പനി വക അവിടെ വണ്ടി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് പോകാനൊരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ അവിടെ പോയി അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു, മണ്ണ് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലൊപ്പം തന്നെ കമ്പനിയുടെ അന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു, അവരൊക്കെ എന്നോടുകൂടി ഈ പറഞ്ഞ പ്ലോട്ട് എടുക്കാൻ തയ്യാറായിട്ട് എന്ന് പറഞ്ഞാൽ അവരൊക്കെ തയ്യാറായി. അപ്പോൾ എനിക്കൊരു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായി ഇതെടുക്കാനായിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ, കാരണം ഞാൻ പറഞ്ഞ എനിക്ക് 3 ആൺകുട്ടികളാണ്. ഇവന്മാർ 2 പേര് ഇപ്പോൾ ഓൾറെഡി വിദേശത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരാൾ ആൺകുട്ടിയാണ്, അവനും ഈ പറഞ്ഞ പഠിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് സമയത്ത് ഞങ്ങൾക്ക് വേണമല്ലോ എന്തെങ്കിലും അസറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് നല്ലൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അതായത് 10 സെൻറ്റ്, 5 സെൻറ്റിൻ്റെ ഒരെണ്ണം ഞാൻ ഒറ്റയ്ക്കും വേറെണ്ണം ഞങ്ങൾ കൂട്ടായിട്ട് എടുത്തിട്ടുണ്ട്, 2 പേര് കൂടി എടുത്തിട്ടുണ്ട്, അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇതാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പം ഞാൻ അവിടെ എൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട്
ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ്. പിന്നെ അതിനകത്ത് കിട്ടുന്ന റിട്ടേൺ, ആ റിട്ടേൺ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ലൈഫിൽ വളരെ ഹാപ്പിയാണിപ്പോൾ. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഒരു പ്രതീക്ഷ. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കോടീശ്വരനാകുമെന്നുള്ള രീതിയിലല്ലാതുള്ളൊരു കാഴ്ചപ്പാട് എനിക്കില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം കൂടുതൽ ഇത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ എന്തുണ്ട്, നമുക്ക് ആത്മവിശ്വാസം കൂടി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് ആൾക്കാരുമായിട്ട് അവിടെ പോകുന്നുണ്ട്. ആൾക്കാരെ കൊണ്ട് ഞാനിപ്പോൾ വിൽപ്പിക്കുന്നുമുണ്ട്. കാരണം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും. കാരണം ആൾക്കാർക്ക് എവിടെയുണ്ടല്ലോ സ്ഥലക്കച്ചവടം ചെയ്യുമ്പോഴത്തേക്കും. കാരണം ഇവിടെ നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. സാധാരണ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ സ്ഥലം എടുത്ത് വിൽക്കുമ്പോഴല്ലേ കാശ് കിട്ടുന്നത്. ഇവിടെ സ്ഥലം എടുക്കാതെ തന്നെ കമ്പനി അവിടെ സ്ഥലം എടുത്തിട്ടുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റ് നമുക്ക് വിൽക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ പ്രോഫിറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഹാപ്പിയായി. ഇതാണ് എൻ്റെ സാധ്യത. പിന്നുള്ളതാണ് ഒരു മണി ചെയിൻ പോലെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരാളെടുത്ത് അങ്ങനെ എന്തെങ്കിലും സംശയം അതിലുണ്ടായിരുന്നോ? റിയൽ എസ്റ്റേറ്റ് മാഫിയ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നോ? ഇല്ല, എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതായത് കമ്പനി നമ്മൾ ഇതിനായിട്ട് സംസാരിക്കുമ്പം ഇതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കുമ്പം കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ജസ്പേഡ് കമ്പനി പറയുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരിത് പറയുന്നുണ്ട്, ഇത് ഇന്ന വിലയ്ക്ക് മേടിക്കുന്നതാണ്. സത്യസന്ധമായിട്ടാണ്. എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വളരെ ക്ലിയറായിട്ടാണ് നമുക്ക് കാര്യം പറഞ്ഞു തരുന്നത്. ഇത്ര രൂപയ്ക്ക് എടുക്കുന്ന സാധനമാണ്, ഇത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളെടുത്തത്. കാരണം നമുക്കറിയാമല്ലോ മാം, അതായത് ഇപ്പോൾ അറിയാം, ഒരു കുപ്പി വെള്ളം അല്ലേ, ഒരു കുപ്പി വെള്ളം നമ്മൾ സാധാരണ കടയിൽ പോയി മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം 20 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. അത് ഒരു പക്ഷേങ്കിൽ നമ്മൾ എയർപോർട്ടിലാണെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടി അല്ലേ, അത് ഫ്ലൈറ്റിലാണെങ്കിൽ വീണ്ടും വാല്യൂ കൂടി. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇവിടെ വാല്യൂ കൂട്ടത്തിലാണ്. നമ്മുടെ ഭൂമിക്ക് എപ്പോഴും വാല്യൂ കൂട്ടുന്നത്. ഇപ്പം ഞാൻ മേടിച്ചതിനേക്കാളും വാല്യൂ ഇപ്പോൾ കൂടി. ഇനി എനിക്ക് നല്ല ഉറപ്പാണ്, ഇനി എനിക്ക് 15 വർഷം കാത്തിരുന്നില്ലെങ്കിൽ പോലും ഒരു 5-6 വർഷം കഴിയുമ്പം ഞാൻ മേടിച്ച സ്ഥലത്തെ ചന്ദനം വളരും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വിൽക്കാം, എനിക്ക് കൂടിയ വിലയ്ക്ക് വിൽക്കാം. കാരണം അത്രമാത്രം ഒരു അസറ്റാണ് ഞാൻ മുടക്കിയിരിക്കുന്ന അസറ്റാണ്. ഇനിയും എനിക്ക് എന്തുണ്ട്, ഇനിയും ഞാൻ ഒരു കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ പ്ലോട്ട് എടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. മനസ്സിലായി. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം വളരെ ഹാപ്പിയാണ്. കാരണം എവിടെ കിട്ടുന്നതിനെക്കാട്ടിലും നിസ്സാര കാര്യമല്ല. നമ്മളിപ്പോൾ സാധാരണ ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, അവർ ക്യാഷ് ഉണ്ടെങ്കിൽ കൊണ്ട് FD ഉണ്ട്. കാരണം റിസ്ക് എടുക്കാൻ തയ്യാറില്ല അല്ലേ. എന്നിട്ട് അതിൻ്റെ ഒരു ലാഭം മാത്രമാണ് അവർ നോക്കുന്നത്. പക്ഷേ അത് എത്ര മടങ്ങ് വർദ്ധിക്കണം, അത് ഇരട്ടിയാണെങ്കിൽ എത്ര വർഷം എടുക്കും. പക്ഷേ ഇവിടെ 15 വർഷം കൊണ്ട് ഇവിടുന്ന് കിട്ടാവുന്നത് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് പോലും ഏകദേശം 10 മടങ്ങ്. ഇപ്പോൾ ഏകദേശം ഒരു 5 സെൻറ്റ് ഭൂമിയിൽ ഒരു 20 ചന്ദനത്തൈകളാണ് അവിടെ ഉള്ളത്. ആ 20 ചന്ദനത്തൈകൾക്കകത്ത് വന്ന് നമുക്ക് അത് വളർന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വില വെച്ചിട്ട് 1.5 കോടി മേളിൽ കിട്ടുമെന്നുള്ളത് സർക്കാരിൻ്റെ കണക്കിൽ നിന്ന് നമുക്ക് സാധിക്കാം. മനസ്സിലായി. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഇവിടെ ഇനി വരുന്ന സമയത്ത് ഇതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ചന്ദനത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഈ ഒരു പ്രോജക്റ്റിലൂടെ ഒരു കോടീശ്വരനാകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിനകത്ത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇത് അറിഞ്ഞപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പെങ്ങളെടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ പെങ്ങളുടെ മകൻ UK യിലാണ്. അവനോട് ഇത് പറഞ്ഞപ്പോഴത്തേക്കും അവന് ഒരു EMI, കാരണം കമ്പനി ഒരു EMI സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് വിത്തൗട്ട് ഇൻട്രസ്റ്റിൽ. അപ്പോൾ അത് പറഞ്ഞപ്പം അവനെന്ത് ചെയ്തു, മാസം അവന് ഈ പറഞ്ഞ പോലെ EMI അടയ്ക്കുന്നുണ്ട്. അങ്ങനെ പ്ലോട്ട് സ്വന്തമാക്കാം. മനസ്സിലായി. അതെല്ലാം സത്യത്തിൽ ജെന്യൂനാണ്. നമ്മളിപ്പോൾ ഇത് ആരെന്ത് പറഞ്ഞാലും ഇത് ജെന്യൂനാണ്. നമ്മുടെ ഭൂമി നമുക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് തരുന്നുണ്ട്, നമുക്ക് ഒന്ന് കാണാം, നമുക്ക് മൊബൈലിൽ കൂടെ കാണാം. ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും, കാരണം ഒരിടത്തും കിട്ടാത്തൊരു ഫെസിലിറ്റിയാണ് ഈ ജസ്പേഡ് ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നിനും വറീഡാവണ്ട. അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഇതെല്ലാം കമ്പനി ചെയ്യുന്നുണ്ട്. സാധാരണ അറിയാമല്ലോ, നമ്മൾ ഇതിന് വീണ്ടും ഇതിനെ മുടക്കണം, അതിന് പണിക്കാരെ നിർത്തണം, എത്രയോ രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആകും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ എപ്പോഴും ഞങ്ങൾ കൊടുത്ത പൈസ അത് ഞങ്ങൾക്ക് ലാഭമാണെന്ന് പറയത്തുള്ളൂ. കമ്പനി കുറച്ചുകൂടി മേടിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. എന്നാലും കമ്പനി എന്ത് പോകും, ഇത് ആൾക്കാർ ഏറ്റെടുക്കും. കാരണം അത്രയും നല്ലൊരു പ്രോജക്റ്റാണ്. എന്നെ സംബന്ധിച്ചോളം വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിനകത്ത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടല്ലോ, ഇപ്പോൾ 7 പേരുടെ അഭിപ്രായമാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. നേരത്തെ 2 വീഡിയോ വഴി 14 പേരുടെ അഭിപ്രായം പുറത്തുവിട്ടിരുന്നു. അതായത് ഈ പദ്ധതിയിൽ പങ്കുചേർന്നിട്ടുള്ള റിസോർട്ട് വാങ്ങുകയും അതേപോലെ തന്നെ ചന്ദനത്തോപ്പ് വാങ്ങുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ അഭിപ്രായമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഫോൺ നമ്പറും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ പേരും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം പുതിയ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഏത് സംശയവും പൂർത്തീകരിച്ച് ക്ലിയർ ചെയ്ത് മാത്രമേ ഇതിൽ പങ്കുചേരാവൂ. കാരണം ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് എതിരഭിപ്രായം വന്നപ്പോൾ
ഈ പദ്ധതിയുടെ ഉടമയായ നിഷാദ് ബൗക്കർ എനിക്ക് രേഖകളെല്ലാം അയച്ചു തന്നു. ഞാൻ അന്വേഷണം നടത്തി. അതിനുശേഷം നല്ലൊരു പദ്ധതിക്ക് എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിൻ്റെ നന്മയ്ക്കും കേരളത്തിൻ്റെ വളർച്ചയ്ക്കും എല്ലാം തന്നെ അഭികാമ്യമായ പദ്ധതിയാണ്. 1400 ഏക്കറിൽ 28,000 പേരെ കോടീശ്വരന്മാരാക്കുന്ന ഒരു ബൃഹത് പദ്ധതിയിൽ നിങ്ങൾക്ക് പങ്കുചേരാം എന്നുള്ളതാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് തട്ടിപ്പ് പ്രസ്ഥാനമാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ അവിടെ പോയി കണ്ട്, പദ്ധതിയിൽ ചേർന്ന ആൾക്കാരെ കണ്ട്, ഈ സ്ഥലം കൃത്യമായി പഠിച്ച് നിങ്ങളും കൂടെ ഈ പങ്കാളികളാകുക. ഇത്രയും സുരക്ഷിതമായി പണം മുടക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേറെയില്ല എന്ന് ഞങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റും. നന്ദി, നമസ്കാരം.